ഭാഗവതത്തിൽ ഊന്നിക്കൊണ്ട് അങ്ങയുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോണ്ടല്ലോ എനിക്ക് വളരെ സന്തോഷം തോന്നണോ. അങ്ങയുടെ മനസ്സിലുള്ള സംശയങ്ങളെ തീർത്തു തരാൻ ഈ ഭാഗവതം പര്യാപ്തമാണ്. ഈ ഭാഗവതത്തിന് അത്രയും സാധ്യതകളുണ്ട്. അതുകൊണ്ട് കേൾക്കൂ, എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് പറയാണ്. ഇനി കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങ് ചോദിച്ചല്ലോ, നിർഗുണോ വിഹ്യജോ വ്യക്തോ ഭഗവാൻ പ്രകൃതേ പരാം സ്വമായാ ഗുണമാവേശ്യ ബാധ്യബാധഗതം ഗതാം. ഭഗവാൻ ആരാണ് വാസ്തവത്തിൽ? ഇത് നല്ലവണ്ണം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ സംശയത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് പുറത്തു കിടക്കാൻ സാധ്യമല്ല. ആരാണ് ഭഗവാൻ? ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിൽ പലപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുകയും നമുക്ക് ദോഷങ്ങളൊന്നും വരുത്തില്ല, നമുക്ക് വിഷമങ്ങളൊന്നും വരുത്തില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരുത്തില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കണം. ഭഗവാൻ വ്യക്തിയല്ല, ഭഗവാൻ ഒരു തത്വമാണ് എന്ന്. ഇത് നല്ലവണ്ണം നമ്മൾ ഹിന്ദുക്കൾ ഉൾക്കൊള്ളേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം നമ്മൾ കുട്ടിക്കാലത്തെ വിഗ്രഹാരാധനയിലൂടെ വന്ന് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. ഒരു മനുഷ്യരൂപത്തിലാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്. പലപ്പോഴും നമ്മളത് അങ്ങോട്ട് ഉൾക്കൊള്ളാറില്ല. ഭഗവാൻ ഗീതയിലുണ്ടല്ലോ, ഇത് വളരെ വ്യക്തമായി തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഭഗവാൻ 7-ാമത്തെ അധ്യായത്തിൽ പറയും. ഈ ശ്ലോകങ്ങളൊക്കെ ഓർത്തു വയ്ക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് 7-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകത്തിൽ പറയും, അവ്യക്തം വ്യക്തമാപന്നം മന്യന്തേ മാമബുദ്ധയാം പരം ഭാവമജാനന്ദ മമാവ്യയമനുത്തമം. അവ്യക്തം, ഞാൻ അവ്യക്തമാണ്. അവ്യക്തൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടൊരിക്കലും എന്നെ കാണാൻ സാധ്യമല്ല. കണ്ണുകൊണ്ട് കാണണമെങ്കിൽ രൂപങ്ങളെ കാണാൻ സാധിക്കുള്ളൂ. രൂപത്തിന് അതീതമായതിനെ കാണാൻ കണ്ണുകൊണ്ടൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് 8-ാം അധ്യായത്തിലും ഇതേ കാര്യം ഭഗവാൻ ഉറപ്പിക്കും. അർജുനൻ ചോദിക്കും, ഹൂ ഈസ് ഗോഡ്? ഈ ചോദ്യം സ്പഷ്ടമായി ചോദിക്കും, ആരാണ് ഈശ്വരൻ? അതിനെ ഭഗവാൻ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് അക്ഷരം ബ്രഹ്മപരമം. പറയുന്ന വാക്ക് അങ്ങനെയാണ്, അക്ഷരം ബ്രഹ്മപരമം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അർജുന അക്ഷരം എന്ന് അർത്ഥം എടുത്തോളണം. അക്ഷരം എന്ന് പറഞ്ഞാൽ ABCDEFG നല്ല അർത്ഥം. അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്. അവിടേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രൂപങ്ങൾക്കെല്ലാം എന്തുണ്ട്? നാശമുണ്ട്. അപ്പം നമ്മുടെ ഭഗവാൻ ഒരു രൂപമുള്ളവനാണെങ്കിൽ ആ രൂപത്തിനും നാശമുണ്ട്. അതുകൊണ്ട് ഭാരതത്തിൽ നോക്കൂ, അവതരിച്ച അവതാരങ്ങളൊക്കെ പ്രകടമായിട്ടുണ്ട്, ഇവിടുന്ന് വിട്ടുപോയിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ ശരീരത്തോടുകൂടി ഇവിടെ നിന്നും വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ശരിക്കും ഭാഗവതമൊക്കെ ഒന്ന് മനസ്സിലാക്കൂ. വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടില്ല, വാൽമീകി മഹർഷി പറഞ്ഞിട്ടില്ല രാമൻ ഇവിടെ ഉടലോടുകൂടി നിലനിന്നു ഉണ്ടോ? ഭാഗവതത്തിൽ അവസാനത്തെ ചിത്രമുണ്ടല്ലോ കൃഷ്ണന്റെ. ധ്യാനനിരതനായിരിക്കുന്ന ഭഗവാന് കാലിൽ അമ്പേറ്റുകൊണ്ട് ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നു. സ്വന്തം ശരീരത്തിൽ നിന്ന് അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് ഭഗവാൻ സ്വന്തം ശരീരത്തെ കത്തിച്ച് ഭസ്മമാക്കി എന്നാണ് ഏകാദശ സ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത്. സ്വന്തം ശരീരം ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭൂ സംയോജ്യാത്മനി ആത്മാനം പത്മനേത്രേ നിമേലയൽ. തൻ്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഭഗവാൻ ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറായതാണ്. ശ്രീരാമസ്വാമിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വന്നു. ലക്ഷ്മൺ പോയതിൻ്റെ വേദനയുമായിട്ട് കൊട്ടാരം വിട്ടുപോയി സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു രാമൻ്റെ ചിത്രം വാൽമീകി മഹർഷി വരച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ അവതാരങ്ങളും വന്നിട്ടുണ്ട്, അവരെല്ലാം ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ രാമായണത്തിൽ വ്യക്തമായി പറയും, രാമനെ മാനുഷരെന്നു ധരിക്കുവോർ അജ്ഞാനികൾ മാനസം മായ സംവൃതമാകമൂലം. മനസ്സ് മുഴുവൻ അവിവേകം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ശ്രീരാമസ്വാമി ഒരു മനുഷ്യരൂപം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈശ്വരൻ എന്നുള്ള സത്യത്തെ നമ്മൾ ധരിക്കേണ്ടത്. ഈശ്വരൻ എന്ന് പറയുന്നത് അക്ഷരമാണ്, അവ്യക്തമാണ്. അങ്ങനെയുള്ള ഭഗവാൻ നമ്മളെ രൂപത്തോടുകൂടി കാണുമ്പോൾ അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് അനുകൂലമായി നിൽക്കുന്നു, പ്രതികൂലമായി നിൽക്കുന്നു. ഈശ്വരനെ നിങ്ങൾ വ്യക്തികളല്ലാതെ കാണുന്നിടത്തോളം ഉണ്ടല്ലോ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ പിന്നെ ഈശ്വരനെ കാണുന്നത് എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന തത്വമായിട്ടാണ് നിങ്ങൾ ഈശ്വരനെ കാണുന്നതെങ്കിൽ
എന്നിൽ നിറഞ്ഞിരിക്കുന്ന എന്നെ നിലനിർത്തുന്ന ഒരു ശക്തിയായിട്ടാണ് ഈശ്വരനെ കാണുന്നതെങ്കിൽ, ചൈതന്യമായിട്ടാണ് ഈശ്വരനെ കാണുന്നതെങ്കിൽ, നിങ്ങൾ ചോദിക്കുന്നത് തരുന്നവനല്ല ഈശ്വരൻ, നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടുന്ന ലക്ഷ്യമാണ് ഈശ്വരൻ. മനസ്സിലാവുണ്ടോ പറയുന്നത്? നമ്മൾ ചോദിക്കുന്നത് തരുന്നവനല്ല ഈശ്വരൻ, നമ്മുടെ മനസ്സിന് എത്തിച്ചേരേണ്ടുന്ന ലക്ഷ്യമാണ് ഈശ്വരൻ. അതെന്തിനാണ് അവിടെ എത്തിച്ചേരുന്നത്? കാരണം ആ ഒരു ഭഗവാനിൽ നിന്നാണ് നാം ഈശ്വരനെന്ന് ആരോപിക്കുന്ന രൂപങ്ങളെയൊക്കെ ഈശ്വരനായി കാണുന്നതും ആരാധിക്കുന്നതും പൂജിക്കുന്നതും വഴിപാടുകൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈശ്വരനിൽ നിന്ന് വന്ന മനസ്സ് മറ്റൊന്നിനെ ഈശ്വരനായി കണ്ടുകൊണ്ട് ആരാധിക്കുമ്പോൾ ഈ മനസ്സറിയുന്നില്ല, അങ്ങനെ ആരാധിക്കാൻ പോലും ശക്തിയും തേജസ്സും കൊടുക്കുന്നത് ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. അപ്പം പിന്നെ എന്തിനാണ് ഈ ആരാധനകളൊക്കെ വച്ചിരിക്കുന്നത്? എവിടെ നിന്നാണോ മനസ്സ് വന്നിരിക്കുന്നത് അതിലേക്ക് ആ മനസ്സിനെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു എളുപ്പമാർഗമായിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് അത് വച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഉൾക്കൊള്ളാതെ പോയി എന്ന് പറയുകയാണ് ഹിന്ദുക്കൾ. അതായത് ഒന്നിനെ ഗ്രഹിച്ചുകൊണ്ട് ഏതിൽ നിന്നാണോ വന്നിരിക്കുന്നത് അതിലേക്ക് തിരിച്ചെത്തുക. അത് നമ്മൾ ധരിക്കാത്തത് കൊണ്ട് നമ്മുടെ ഈശ്വര സങ്കല്പത്തിൽ വികലതകൾ വന്നു. അപ്പം എന്തായി? ഓരോരുത്തർക്ക് തോന്നി ഗുരുവായൂരപ്പൻ എന്നോട് വളരെ ഫേവറാണ്, ശിവൻ എന്നോട് അത്ര ഇല്ല. ചിലർ പറഞ്ഞു ശിവൻ എന്നോട് വളരെ ഫേവറായിട്ടുള്ള ആളാണ്. ചിലർ പറഞ്ഞു ഞങ്ങളുടെ കുലദേവത ഉണ്ടല്ലോ, വിളിക്കപ്പുറത്തില്ല എന്ന്. ചിലർ പറഞ്ഞു അങ്ങനെയല്ല എന്ന്, മുത്തപ്പനാണ് ശക്തി എന്നുള്ളത്. അങ്ങനെ എന്തു പറ്റി? ഓരോരുത്തർക്കും ഓരോ ദേവതകളോട് ഇഷ്ടവും ചിലർക്ക് അതിനോടൊന്നും താല്പര്യവുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രീതിയും ദേശബുദ്ധിയും ഒക്കെ വരാൻ തുടങ്ങി പറയണം. ഇവിടെ പറയുന്നു ഭഗവാൻ നിർഗുണനാണ്. ഭഗവാൻ നിർഗുണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു ഇതൊക്കെ. വാസ്തവത്തിൽ നമ്മളിലല്ല ഈശ്വരൻ ഇരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് ഈശ്വരൻ്റെ ശക്തിയിലാണ്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എനിക്കെന്നോ ഈശ്വരനെന്നോ ഒന്നും പറയാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഭഗവാൻ നിർഗുണോവി ഹി അജോ. സംസ്കൃതത്തിൽ അജൻ എന്നുള്ള ശബ്ദത്തിനർത്ഥം ജനന മരണങ്ങൾ ഇല്ലാത്തവൻ. അപ്പം രൂപങ്ങൾക്കെല്ലാം എന്തുണ്ട്? ജനന മരണമുണ്ട്. രൂപമില്ലാത്തതിന് ജനന മരണങ്ങളില്ല. അപ്രകാരമുള്ള അജോ അവ്യക്തോ ഭഗവാൻ പ്രകൃതിക്കും പരനായിരിക്കുന്നവൻ, ഈ ശരീരത്തിനും മനസ്സിനുമൊക്കെ അതീതനായിരിക്കുന്ന ഭഗവാൻ സ്വമായാ ഗുണമാവേശ്യ ബാധ്യബാധകതം ഗത. ഭഗവാൻ മായയിൽ ആവേശിച്ചുകൊണ്ട് മനസ്സിനോട് ചേർന്നുകൊണ്ട് ഭഗവാൻ പല വിധത്തിൽ അനുകൂലമായും പ്രതികൂലമായും നിൽക്കുന്നത് പോലെയൊക്കെ തോന്നുന്നു പറയാണ്. വാസ്തവത്തിൽ ഭഗവാൻ ആർക്കും അനുകൂലവുമല്ല പ്രതികൂലവുമല്ല. സത്വം രജസ്തമൈതി പ്രകൃതേന്ന ആത്മനോ ഗുണാം ന തേഷാം യുഗബൽ രാജൻ ഹ്രാസവുല്ലാസയേവാം. നമ്മുടെ മനസ്സിനാണെങ്കിലോ സത്വം രജോ തമ ഇതി പ്രകൃതേ ന ആത്മനോ. ഇത് ആത്മാവിനില്ല, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിനില്ല. ഇതൊക്കെ ആർക്കും മാത്രമേ ഉള്ളൂ? മനസ്സിനേ ഉള്ളൂ. അതായത് ചേഞ്ച് ഉള്ളതെല്ലാം പ്രകൃതിയിൽപ്പെട്ടതാണ്, ചേഞ്ച് ഇല്ലാത്തതെല്ലാം പുരുഷനാണ്, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. നമ്മുടെ മനസ്സിൽ 3 തരം ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ കാമങ്ങൾ വരുന്നുണ്ടോ അപ്പം മനസ്സുണർന്ന് പ്രവർത്തിക്കുന്നു, ഇന്ദ്രിയങ്ങളിലൂടെ തുറന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള മനസ്സിനെ രജോ ഗുണ മനസ്സെന്ന് പറയുന്നു. എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ ശാന്തിയും സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടോ ആ മനസ്സിനെ സത്വഗുണമുള്ള മനസ്സെന്ന് പറയുന്നു. എപ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ദുഃഖവും വിഷമവും ആലസ്യവും അങ്ങനെയുള്ള സംസ്കാരങ്ങളുണ്ടോ ആ മനസ്സ് തമോ ഗുണം. ഒരു വ്യക്തിക്കും പരിപൂർണമായി സത്വഗുണം കണ്ടിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ നമുക്ക് രജോ ഗുണം വരും, ചില സമയത്തൊക്കെ നമ്മൾ സ്വസ്ഥരാവും, ചില സമയത്ത് നമ്മൾ തമോ ഗുണത്തിലേക്ക് വീഴും, വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ വരും. എന്നാൽ ഒരു ഗുണവും പെർമനൻ്റായിട്ട് നിന്നിട്ടുമില്ല. ഉണ്ടോ? രാവിലെ തന്നെ നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ രജോ ഗുണം തലയ്ക്ക് കയറി സൃഷ്ടി ചെയ്യാനുള്ള ഭാവത്തിലായി. നമ്മൾ പുട്ട് സൃഷ്ടിക്കണോ, ദോശ സൃഷ്ടിക്കണോ, ഓരോന്നോരോന്ന് അമ്മമാരങ്ങനെ തിരക്കിലായി. ചിലരാണെങ്കിൽ ഓഫീസിലേക്ക് പോകേണ്ട കാര്യങ്ങളും ചിന്തകളും ഒക്കെ ആയിട്ട് അങ്ങനെ സൃഷ്ടിയുടെ കാര്യങ്ങളൊക്കെ, അങ്ങനെ മനസ്സ് രജോ ഗുണമായി. അത് കഴിഞ്ഞാൽ ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ, എല്ലാവരും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സ് സത്വഗുണത്തിലേക്കായി. കുറച്ചു നേരം സത്വഗുണത്തിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അതാണ് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകത.
സത്വഗുണം കൂടുന്തോറും അതിന് ഉറക്കം കൂടി വരും. അത് തമോ ഗുണത്തിലേക്ക് പോയി. പിന്നെ കുറച്ച് നേരം നമ്മൾ എണീറ്റപ്പോഴേക്കും ഉറങ്ങണ്ടിയില്ലേ, ദേഷ്യം, ദുഃഖം, വിഷമമൊക്കെ വന്നു. വീണ്ടും രജോ ഗുണം, വീണ്ടും സത്വഗുണം, വീണ്ടും തമോ ഗുണം. ഇങ്ങനെ ഒരു ചക്രത്തിലൂടെ നമ്മളിങ്ങനെ കറങ്ങണം. യേശാം തേഷാം രാജൻ ഹ്രാസവുല്ലാസയേവ, കൂടിയും കുറഞ്ഞിങ്ങനെ ഇരിക്കണം. അങ്ങനെ കൂടുന്ന സമയത്ത്, ആ സംസ്കാരങ്ങൾ കൂടുന്ന സമയത്ത്, ജയകാലേത്തു സത്വസ്യ ദേവർഷിൻ, സത്വഗുണം കൂടുമ്പോൾ ദേവസംസ്കാരം വർദ്ധിക്കും. സത്വഗുണം കൂടുന്തോറും അതിന് ദൈവീക സംസ്കാരം എന്ന് പറയും. രജോ ഗുണം കൂടുമ്പോഴോ അസുര സംസ്കാരം വർദ്ധിക്കും. അസുരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം, അസു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നർത്ഥം. അസുരൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തിലൂടെ കാണുന്ന, ഇന്ദ്രിയത്തിലൂടെ അനുഭവിക്കാൻ സാധിക്കുന്ന വസ്തുക്കളെയും വ്യക്തികളെയും ആശ്രയിച്ച് ജീവിക്കുന്നവരെയാണ് അസുരൻ എന്ന് പറയുന്നത്. ഭാരതീയമായ ഈ വീക്ഷണങ്ങളൊക്കെ ഉൾക്കൊള്ളണം നമ്മൾ. നിങ്ങൾ വിചാരിക്കരുത് പണ്ട് ഏതോ ഒരു നൂറ്റാണ്ടിൽ, ഏതോ ഒരു പഴയ കാലഘട്ടത്തിൽ ഈ ഭാരതത്തിൽ വലിയ കൊമ്പുള്ള കറുത്ത ജീവികളൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ക്ലീൻ ഷേവൊക്കെ അടിച്ച് കിരീടമൊക്കെ വെച്ച് നല്ല പട്ടു വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കുട്ടപ്പന്മാരായിട്ട് എന്നും 17 വയസ്സുള്ള ദേവന്മാരും പിന്നെ ഒരിക്കലും പ്രായമാവാത്ത ഡാൻസുകാരിയായിരിക്കുന്ന ഉർവശിമാരൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും വിചാരിക്കരുത്. അതൊക്കെ അങ്ങനെ പറയുമ്പോണ്ടല്ലോ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങൾ പറയുകയാണ്, തത്വങ്ങൾ പറയുകയാണ്. അപ്പം ദേവൻ എന്നുള്ള സംസ്കാരത്തിനർത്ഥം മനസ്സിൽ നല്ലവണ്ണം സന്തോഷവും ശാന്തിയും സ്വസ്ഥതയും കൊടുക്കണമെന്നുള്ള വിചാരമൊക്കെ ഉള്ളവരെയാണ് ദേവന്മാരെന്ന്. ദിവ്യത്വമുള്ളവൻ ദേവൻ. ദിവ് എന്ന ശബ്ദത്തിന് തന്നെ അർത്ഥം പ്രകാശം എന്നാണ് അർത്ഥം. അതിനാണ് നിങ്ങൾ ദീപം എന്നുള്ള ശബ്ദം ഉച്ചരിക്കുന്നത്. അപ്പൊ പ്രകാശമുള്ള മനസ്സ് ഉള്ളവരൊക്കെ ദേവന്മാരാണ്. അപ്പൊ പ്രകാശം മനസ്സിൽ കിട്ടണമെങ്കിൽ ആ മനസ്സ് ആരോട് ചേർന്ന് നിൽക്കണം? പ്രകാശമായിരിക്കുന്ന ഭഗവാനോട് ചേർന്ന് നിൽക്കണം. അപ്പൊ ഭഗവാനോട് അടുക്കും തോറും മനസ്സിൽ ഏത് വരണം? സൂര്യനിലേക്ക് തിരിഞ്ഞു നിൽക്കും തോറും സൂര്യന്റെ പ്രകാശം നമ്മളിൽ തട്ടണം എന്നതുപോലെ മനസ്സ് ഭഗവാനോട് അടുപ്പിക്കും തോറും മനസ്സിൽ പ്രകാശം വരണം. അങ്ങനെയുള്ള മനസ്സിനെ ദൈവീക മനസ്സ് എന്ന് വിളിക്കണം. ഇനി രണ്ടാമത്തെ മനസ്സാണെങ്കിൽ അസുര മനസ്സ്. അസുര മനസ്സെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്ന, ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ സാധിക്കുന്ന വ്യക്തികളോടും വസ്തുക്കളോടും ഒട്ടിക്കൊണ്ട് അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ മനസ്സിനെയാണ് നിങ്ങൾക്ക് പറയാൻ ഇത്തിരി വിഷമാന്ന് എനിക്കറിയാം. കാരണം നമ്മുടെയൊക്കെ അവസ്ഥ ഏറെക്കുറെ അസുരന്മാരുടെ അവസ്ഥയാണ്. മറ്റുള്ളവരെ ഒട്ടിക്കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ ജീവിക്കുന്നവരെയാണ് അസുരൻ എന്ന് പറയാം. അസുവിൽ രമിക്കുന്നവൻ, ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്ന വസ്തുക്കളിലും വ്യക്തികളിലും രമിക്കുന്നവൻ ആരോ അവൻ അസുരൻ. അപ്പൊ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ കഥയല്ലല്ലോ ഇത്. നമ്മളിൽ വലിയൊരു അസുരൻ. എന്താ ഉത്തരം പറയാത്തേ? നിങ്ങൾ അടുത്തടുത്ത ആൾക്കാരെയൊന്നും നോക്കണ്ട, അവനവൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അവനവനിലുണ്ട് ഒരു അസുരൻ എന്ന് പറയാണ്. ഇനി മൂന്നാമത്തതാണെങ്കിലോ തമസോ യക്ഷരക്ഷാംസി തത്കാലാനുഗുണോ ഭജൽ. തമോ ഗുണം വരുമ്പോൾ രാക്ഷസ സംസ്കാരം വർദ്ധിക്കും. എന്ന് വെച്ചാൽ രാക്ഷസൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ രാക്ഷസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കഴിച്ചുകൊണ്ട്, കുറേ കഴിച്ചുകൊണ്ട് ജീവിതം വ്യർത്ഥമാക്കുന്ന, ഉറങ്ങിക്കൊണ്ടും ദുഃഖിച്ചുകൊണ്ടും വിഷമിച്ചുകൊണ്ടും പഴയ ഒരു ലോകത്തിൽ ജീവിക്കുന്ന, ഒരു അന്ധകാരത്തിൽ ജീവിക്കുന്നവരെയാണ് രാക്ഷസന്മാരെന്ന് പറയുന്നത്. രാക്ഷസീയം എന്ന് പറഞ്ഞാൽ തന്നെ ആ യാമങ്ങളൊക്കെ രാത്രിയിലാണ് രാക്ഷസയാമം എന്നൊക്കെ പറയുന്നത്. ഇരുട്ടിൽ ജീവിക്കുന്നവരാണ് രാക്ഷസൻ. അക്ഷികളിൽ പ്രകാശം വയ്ക്കാത്തവരാണ് അവർ. ഒരിക്കലും കണ്ണു തുറന്ന് ജീവിക്കാത്തവരാണ്, മനസ്സ് വികസിക്കാത്തവരാണ്, ബുദ്ധി കൊണ്ട് ചിന്തിക്കാത്തവരാണ്. അങ്ങനെ ജീവിക്കുന്നവരാണ് രാക്ഷസന്മാര്, വളരെ തമോ സംസ്കാരത്തിൽ ജീവിക്കുന്നവർ. അതുകൊണ്ട് ജ്യോതിരാദി ആദിവിരാഭാതി സംഘാധാന്ന വിവച്ചതി വിദന്ധ്യാത്മാനമാത്മസ്ഥം മദിത്വാ കവയോന്ധതാം. പറയുന്നു, ജ്യോതി ഇവ ആദിവാഭാതി സംഘാധാന്ന വിവച്ചതേ. എപ്രകാരമാണോ പ്രകാശം ഇവ സംഘാധാന്ന വിവച്ചതേ. വളരെ രസകരമായൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പം നമ്മൾ ഉണങ്ങിയ ഒരു വിറക്, നല്ല ഉണങ്ങിയ വിറക്, അതിനെ ഒന്ന് തീ പിടിപ്പിച്ചാൽ പെട്ടെന്ന് അത് തീ പിടിക്കും. എന്നാൽ പച്ചവിറകാണെങ്കിലോ അതിനും കത്താനുള്ള സാധ്യതകളുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും അതിന് പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ സാധ്യമല്ല. ഇനി ഉണങ്ങിയ വിറക് തന്നെ ആവട്ടെ,
അത് നനച്ചുകൊണ്ടാണ് കത്തിക്കുന്നതെങ്കിലോ അത് പുകഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എല്ലാ വിറകിലും അഗ്നി ഉണ്ടെങ്കിലും നല്ലവണ്ണം ഉണങ്ങി പാകമായ വിറകിന് മാത്രമേ അഗ്നിയെ പ്രകടിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഇതുപോലെ എല്ലാ മനസ്സിലും ഭഗവത് ചൈതന്യം പ്രകാശിക്കുന്നുണ്ടെങ്കിലും പച്ചയായിരിക്കുന്ന രജോ ഗുണത്തിലും അതുപോലെ വെള്ളത്തിലിട്ടിരിക്കുന്ന തമോ ഗുണത്തിലും അത് വേണ്ട വിധത്തിൽ പ്രകാശിക്കില്ല. അത് പെട്ടെന്ന് പ്രകാശിക്കുക, പെട്ടെന്ന് കത്തിപ്പിടിക്കുക. ഏത് വിറകിലാണ്? ഉണങ്ങിയ വിറകിലെന്ന പോലെ ഏത് മനസ്സിലാണത് കൂടുതൽ പ്രകാശിക്കുക? സത്വഗുണമുള്ള മനസ്സിലാണ്. അതുകൊണ്ട് സത്വഗുണം വരുന്ന സമയത്ത് ആര് ജയിക്കും? ദേവന്മാർ വിജയിക്കും. രജോ ഗുണം വരുന്ന സമയത്ത് ആര് ജയിക്കും? അസുരന്മാർ ജയിക്കും. തമോ ഗുണം വരുന്ന സമയത്ത് ഇതാണ് നിയമം എന്ന് പറയുകയാണ്. ഇനി നമ്മൾ ചുറ്റുപാടിലേക്കൊക്കെ ഒന്ന് വീക്ഷിക്കും. നിങ്ങൾ വേഗം നിങ്ങൾക്ക് മനസ്സിലാവും. ചില സന്ദർഭങ്ങളിൽ സ്വന്തം ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് അനുഭവമുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞത് മറ്റുള്ളവർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പ്രശ്നം വന്നു. അപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പം നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പൂർണ്ണ ബോധ്യം മറ്റുള്ളവർക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെയുള്ളവർക്കുണ്ടെങ്കിൽ, ആ സമയത്ത് നിങ്ങൾക്ക് വിജയമുണ്ട്. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. എന്നാൽ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് അറിഞ്ഞിട്ടും മറ്റൊരാളോട് അവരോടുള്ള താല്പര്യം കൊണ്ട് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ തെറ്റ് ജയിക്കുന്നില്ലേ? മനസ്സിലായ ഉദാഹരണം? അതായത് നമ്മൾ എടുത്ത് സത്യസന്ധത ഉണ്ടെങ്കിലും നമ്മളിലേക്കാണ് മറ്റുള്ളവരുടെ സപ്പോർട്ട് വരുന്നതെങ്കിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിന് വിജയമുണ്ട്. എന്നാൽ നമ്മളെ ഓപ്പോസിറ്റായിരിക്കുന്ന അയാൾക്കാണ് കൂടുതൽ സപ്പോർട്ടെങ്കിലോ കാണുന്നില്ലേ ഓരോ ദിവസവും പത്രത്തിൽ ആ കേസുകളും ഈ കേസുകളും? സത്യമറിയാതെ ആളുകൾ കഷ്ടപ്പെടുന്നില്ലേ? ഏതിനാണോ കൂടുതൽ ഫലം അതിൻ്റെ കൂടെയായിരിക്കും വിജയം നിൽക്കുന്നത്. ലോകത്തിൽ അങ്ങനെയാണ്. ലോകം എപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്നത് ഏത് സംസ്കാരമാണോ ആളുകളിൽ പ്രബലം അതിനനുസരിച്ച് അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടായിരിക്കാം സത്യസന്ധർ പലപ്പോഴും ഒറ്റപ്പെടുന്നത് എന്ന് പറയുകയാണ്. കാരണം അവർക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടാതെ വരും. അത് എന്തുകൊണ്ടാണ് സപ്പോർട്ട് കിട്ടാത്തത്? കാരണം രജോഗുണ സംസ്കാരമുള്ളവനെ സപ്പോർട്ട് ചെയ്യും. തമോ ഗുണ സംസ്കാരമുള്ളവനെ സപ്പോർട്ട് ചെയ്യും. സത്വഗുണമുള്ള സംസ്കാരമുള്ളവൻ സത്വഗുണമുള്ളവരെ സപ്പോർട്ട് ചെയ്യും. സത്വഗുണമുള്ള സംസ്കാരമുള്ളവർ കുറഞ്ഞു വരുമ്പോൾ സത്വഗുണമുള്ളവർക്ക് സപ്പോർട്ട് വേണ്ടത്ര ഉണ്ടാവാതെ വരും. അപ്പോൾ ഈ ലോകം മുഴുവൻ നല്ല രീതിയിൽ എത്തണമെങ്കിൽ എല്ലാവരിലും എന്ത് വേണം? സത്വഗുണമുള്ള സംസ്കാരം വേണം. നോക്കൂ, ഇതൊരു വലിയ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടതാണ് ഈ ചിന്തകളൊക്കെ. ഒരു രാജ്യം അത് സുരക്ഷിതമായിരുന്നാലേ അവിടെ പുരോഗതി ഉണ്ടാവുള്ളൂ, അല്ലേ? ഏത് രാജ്യത്തിലും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ രാജ്യത്തിൽ വേണ്ടത്ര സുരക്ഷിതത്വം വേണം. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം നിൽക്കുന്നത് അവിടുത്തെ ആളുകളുടെ ഐക്യത്തിലും ഒത്തൊരുമയിലാണ്. ഞാൻ നിങ്ങളെ നശിപ്പിക്കില്ല എന്നും നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ബോംബിടില്ല എന്നും നിങ്ങളുടെ വീട് നശിപ്പിക്കില്ല എന്നും ഉള്ളൊരു സംസ്കാരമുണ്ടെങ്കിൽ അവിടെ ഐക്യമുണ്ട്, ഒത്തൊരുമയുണ്ട്, സ്നേഹമുണ്ട്, അവിടെ ഒന്നിപ്പുണ്ട് പറയാണ്, ഐക്യമുണ്ട്. അപ്പോൾ ഈ ഐക്യമുണ്ടാവണമെങ്കിൽ അത് വരുന്നത് മനുഷ്യൻ്റെ സംസ്കാരത്തിൽ നിന്നാണ്, നല്ല സംസ്കാരത്തിൽ നിന്നാണ്. നല്ല സംസ്കാരം വാർത്തെടുക്കണമെങ്കിൽ നാം എല്ലാവരും വന്നിരിക്കുന്നത് ഒരേ സത്യത്തിൽ നിന്നാണെന്ന ബോധം വരണം, ആത്മീയമായൊരു ബോധം വരണം. ആത്മീയതയിൽ നിന്ന് മാത്രമേ നല്ല സംസ്കാരം ഉരുത്തിരിയുള്ളൂ പറയാം. അപ്പോൾ ഈ ലോകം നന്നാവാനുള്ള വഴി എന്താണ്? എല്ലാവരും വന്നിരിക്കുന്നത് ഒരേ സത്യത്തിൽ നിന്നാണെന്ന സംസ്കാരം അത് വേണ്ട വിധത്തിൽ പഠിച്ചു മനസ്സിലാക്കി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ മറ്റുള്ളവരോടുള്ള വിദ്വേഷം കുറഞ്ഞു വരും. നമ്മുടെ ഋഷീശ്വരന്മാരെ പഠിപ്പിക്കുന്നൊക്കെ നോക്കൂ നിങ്ങൾ. ഓം സഹനാഭവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. സഹനാഭവതു, ഞങ്ങൾ ഒരുമിച്ച് പരസ്പരം ആദരവോടെ ഞങ്ങൾ ബഹുമാനത്തോടെ ഒന്നിക്കട്ടെ. സഹനോ ഭുനക്തു, ഞങ്ങൾ പരസ്പരം ഒത്തൊരുമയോടെ അനുഭവിക്കട്ടെ. സഹവീര്യം കരവാവഹൈ, ഞങ്ങൾ ഒത്തൊരുമയോടുകൂടി ഉയരട്ടെ, തേജസ്സോടെ ഉയരട്ടെ. ഞങ്ങൾ പരസ്പരം മാ വിദ്വിഷാവഹൈ, ഞങ്ങൾ ആരെയും
വെറുക്കാതിരിക്കട്ടെ. ഇതാണ് ഭാരതീയ സംസ്കാരം. അപ്പം ഈ സംസ്കാരം ഇത് വരുന്നത് എവിടുന്നാണ്? ഞങ്ങൾ ഒത്തൊരുമിക്കട്ടെ, ഞങ്ങൾ ഒരുമിച്ച് അനുഭവിക്കട്ടെ എന്നൊക്കെ പറയാൻ കാരണം ഈശാവാസ്യമിതം സർവം, എല്ലാം വന്നിരിക്കുന്നത് നിറഞ്ഞിരിക്കുന്നൊരു ഈശ്വരിൽ നിന്നാണെന്ന ദൃഢമായ ബോധ്യത്തിൽ നിന്നാണ്. ഈ സംസ്കാരം നമ്മൾ വളർത്തിക്കൊണ്ടുവന്നാൽ എല്ലാവരും വന്നിരിക്കുന്നത് ഒന്നിൽ നിന്നാണ്. എല്ലാവരും ഇവിടെ കൈകോർത്ത് ഒത്തൊരുമയോടുകൂടി ഒരേ ലക്ഷ്യത്തിലേക്ക് പോവേണ്ടവരാണ്. നമ്മൾ പരസ്പരം കലഹിച്ച് പോരടിച്ച് നശിപ്പിക്കുകയല്ല വേണ്ടത്. കൈകോർത്തുകൊണ്ട് ചങ്ങലകളായി നടന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് എന്നുള്ള ബോധ്യം വന്നാൽ ആ നാട്ടിലെ സംസ്കാരം നേരെ, ആ നാട്ടിൽ ഐക്യമുണ്ട്, സ്നേഹമുണ്ട്, ഒത്തൊരുമയുണ്ട്. ഇതൊക്കെ ആരാണ് ചെയ്യേണ്ടത്? ആര് ചെയ്യണം? ഗവൺമെൻറ് വിചാരിച്ചാൽ നടക്കാൻ പറ്റുമോ? ഒരു നിയമം കൊണ്ട് സാധിക്കുമോ? പറ്റുമോ? വെറും ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അവിടെയാണ് ഇത്തരത്തിലുള്ള സത്സംഗങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. നിങ്ങളൊക്കെ ഓരോരുത്തരുണ്ടല്ലോ ഇത് പഠിച്ച് പ്രചരിപ്പിക്കണം. അങ്ങനെ നമുക്ക് ക്രമേണ ചുറ്റുപാടിനെ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ ഈ ഭാഗവതത്തിന് പ്രസക്തിയുണ്ട്. ഈ ഭാഗവതത്തിന് ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. വ്യക്തികളെ മാറ്റിമറിക്കാൻ സാധിച്ചാൽ ലോകത്തെയും മാറ്റിമറിക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈശ്വര സാന്നിധ്യത്തിൽ മനസ്സിൽ ഗുണങ്ങൾ മാറി മാറി വരുമ്പോഴാണ്. സംസ്കാരം താഴുന്നതിനനുസരിച്ച് ആ മനുഷ്യ മനസ്സെന്നും പ്രശ്നക്കാരനാണ്. അപ്പം ആ മനസ്സിനെ എന്ത് ചെയ്യണം? വികസിപ്പിക്കണം. ആ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരണം. ഭഗവാനിൽ നിന്നാണ് ഇതൊക്കെ വന്നതെന്ന് നമ്മൾ തിരിച്ചറിയാത്തോടത്തോളം കാലം അവിവേകം കൊണ്ട് മനുഷ്യൻ ജീവിക്കും.